ഹായ്, ഹലോ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോണത് ഒരു അടിപൊളി ഹെയർ മാസ്കിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ആ ഹെയർ മാസ്ക് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഏതാനും ഒരു വർഷത്തോളമായി. ഓക്കെ, അപ്പം ഹെയർ മാസ്ക് എനിക്ക് സ്പെഷ്യലി ഹെൽപ്പ് ചെയ്തത് ഹെയർ ഗ്രോത്തിന് പുതിയ പുതിയ ന്യൂ ഗ്രോത്ത് ആയി. സ്പെഷ്യലി എൻ്റെ ഹെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്രിസി ഹെയർ ആണ്. ഓയിലി സ്കാൽപ്പും പിന്നെ എൻഡ്സ് ഫ്രിസി ആണ്. അപ്പോൾ ആ ഫ്രിസിനെസ് ടു ആൻ എക്സ്റ്റെൻറ്റ് അത് ഒത്തിരി കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഇറ്റ്സ് എ ജെൽ ഹെയർ മാസ്ക് ആൻഡ് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ഫ്ലാക്സ് സീഡ്സ്. നമുക്കെല്ലാവർക്കും അറിയാം ഫ്ലാക്സ് ജെൽ എന്ത് ഒരു നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണല്ലേ. ഇപ്പം എനിക്ക് തോന്നി അത്യാവശ്യം എല്ലാവിടെയും ഇറ്റ്സ് എ ഫേമസ് ഫോർ ഹെയർ ഗ്രോത്ത്. എല്ലാവർക്കും അറിയാം ഫ്ലക്സ് സീഡ്സിനെ കുറിച്ചും അതിൻ്റെ ഉപയോഗത്തിനെ കുറിച്ചും. അപ്പം എനിക്ക് തോന്നുന്നില്ല ഒത്തിരി അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി ഫ്ലെക്സീഡ് ജെൽ മാസ്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണത്, അത് ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഫ്ലെക്സീഡ് ജെൽ എല്ലാവർക്കും തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ അറിയായിരിക്കും. ഫ്ലെക്സ് സീഡ്സ് എല്ലാവിടെയും അവൈലബിൾ ആണ്. ഇപ്പം നമ്മുടെ നിയർ ബൈ സൂപ്പർ മാർക്കറ്റ്സിലും പിന്നെ മാത്രമല്ല നമ്മുടെ ആമസോൺ പോലെ സൈറ്റ്സിലൊക്കെ ഫ്ലെക്സ് സീഡ്സ് അവൈലബിൾ ആണ്. അതിൻ്റെ ഇൻടേക്ക് പോലും ഒത്തിരി നല്ലതാണ്. ഓക്കെ, ഡെയിലി ഒരു സ്പൂൺ വെച്ച് കഴിച്ചാൽ പോലും ഒത്തിരി നല്ലതാണ്. ഓക്കെ, നമ്മുടെ ഇൻറ്റേർണലി ഓൾസോ ഇറ്റ്സ് വെരി ഗുഡ്. പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരു എക്സലൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഫ്ലാക്സ് സീഡ്സ്. അപ്പം അത് എല്ലാവർക്കും അറിയാം അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണത്. ഞാൻ യൂഷ്വലി 1 ഗ്ലാസ് ഓഫ് വാട്ടറിൽ ഒരു 4 ടീസ്പൂണോളം ഫ്ലെക്സ് സീഡ്സ് ഇടും. എന്നിട്ട് നല്ലോണം നല്ല ഒരു പത വരണ പത വരണ വരെ ഞാൻ നല്ലോണം അത് ബോയിൽ ചെയ്യും. എന്നിട്ട് അത് പെട്ടെന്ന് ആ ചൂടായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതെടുത്തിട്ട് സ്ട്രെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ആ ജെല്ല് പെട്ടെന്ന് കട്ടി പിടിക്കും. ഒന്നെങ്കിൽ അരിപ്പ വെച്ചിട്ട് സ്ട്രെയിനർ വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മസ്ലിൻ ക്ലോത്ത് നല്ല വൈറ്റ് അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ട് നല്ലോണം പിഴിഞ്ഞെടുക്കാം. അതായിരിക്കും ഏറ്റവും ബെനിഫിറ്റ്. എന്താ വെച്ചാൽ നമുക്ക് മാക്സിമം ജെല്ല് നമ്മൾ തുണി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ മാക്സിമം ജെല്ല് നമുക്ക് അതിന് എക്സ്ട്രാക്ട് ചെയ്യാം. അങ്ങനെയാണ് സാധാരണ ഞാൻ ഫ്ലെക്സീഡ് ജെല്ല് ഉണ്ടാക്കാറുള്ളത്. അപ്പം ആ ജെല്ല് ഞാൻ ഒരു 2 ആഴ്ചത്തേക്കെങ്കിലും ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, എവറി വീക്കിൽ ഞാൻ വൺസ് ഈ ഫ്ലെക്സീഡ് ജെൽ ഹെയർ മാസ്ക് ഇടും കേട്ടോ. അപ്പം ഞാൻ കുളിക്കാറുള്ളത് ആഴ്ചയിൽ 3 ദിവസം മാത്രമാണ് ഹെയർ വാഷ് ചെയ്യണത്. അപ്പം അതിൽ ഒരു ദിവസമാണ് ഹെയർ മാസ്ക് ഡേ. അത് മോസ്റ്റ്ലി സൺഡേസ് ആയിരിക്കും. അപ്പോഴേ ഞാൻ ഫ്ലെക്സീഡ് ജെൽ എടുക്കാറുള്ളൂ. അപ്പം ഓൾമോസ്റ്റ് ഞാൻ ഒരു 2 ആഴ്ചത്തേക്ക് വേണ്ടി അത് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ ഞാൻ എൻ്റെ മുഖത്തും ഞാൻ അപ്ലൈ ചെയ്യും ഫ്ലെക്സീഡ് ജെൽ. ഇറ്റ്സ് വെരി ഗുഡ്. സോ അതുകൊണ്ട് എൻ്റെ ജെല്ല് നിങ്ങൾക്കും വേണമെങ്കിൽ വെറുതെ ജെല്ല് എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാം. ഫ്രിഡ്ജിലും കൂടെ വെക്കുമ്പം അതിൻ്റെ ഒരു കൂളിങ്ങും ഒത്തിരി നല്ലൊരു ഇതാണ്. പിന്നെ നല്ല സോഫ്റ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് ഫേസ് ഷേവിങ്ങിൻ്റെ ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഈ ജെല്ല് തേച്ചിട്ട് ഷേവ് ചെയ്യണതും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നമ്മളിപ്പോൾ അലോവേര ജെല്ല് തേച്ചിട്ട് ഷേവ് ചെയ്യൂലേ, അതിൻ്റെ പകരം നമുക്ക് ഫ്ലെക്സി ജെല്ലും ഉപയോഗിക്കാം. സോ അതൊക്കെയാണ് അതൊരു വൺ ഓഫ് ദ ഒരു എന്താ പറയുക ഗുണങ്ങളാണ് കേട്ടോ ഫ്ലെക്സീഡ്സിൻ്റെ. ആസ് എ സൂത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പലപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യമാണ് നല്ല തണുത്ത ഫ്ലെക്സീഡ് ജെല്ലെടുത്തിട്ട് മുഖത്ത് തേക്കും. അപ്പോൾ നമുക്ക് ഇച്ചിരി ഒന്ന് നല്ലൊരു സുഖം കിട്ടും ഫേസിൽ. അപ്പം ഓക്കെ, അതൊക്കെ പോട്ടെ, ഹെയറിലേക്ക് വരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ ഫ്ലെക്സീഡ് ജെല്ല്. അപ്പോൾ നല്ല തിക്ക് നല്ല ജെല്ല് രൂപത്തിലുണ്ട് കേട്ടോ. ഇങ്ങനത്തെ തിക്നെസ് വേണം നമ്മുടെ ജെല്ലിന്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇടാൻ പോണത് കോഫി പൗഡറാണ്. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. കോഫി പൗഡർ ഈസ് എ എക്സലൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ സ്കാൽപ്പ് ഡിറ്റോക്സിഫൈ ചെയ്യാനും പിന്നെ നമ്മുടെ ന്യൂ ഹെയർ ഗ്രോത്തിനൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. നമ്മുടെ
കോഫി പൗഡർ. പിന്നെ നെക്സ്റ്റ് ഞാനിവിടെ ഇടാൻ പോണത് ഞാൻ തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് ഹെയർ ടോണറാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഹെയർ ടോണർ ഇങ്ങനെ മാസ്കിലും ഉപയോഗിക്കും. അപ്പം ഈ ഹെയർ ടോണർ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അടുത്തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കത് ഉടനെ തന്നെ കാണാം. അപ്പം ഈ ഹെയർ ടോണർ ഞാൻ എപ്പോഴും രാത്രി കിടക്കണതിന് മുന്നേ ഹെയറിൽ സ്പ്രേ ചെയ്യും. അതുകൂടാതെ തന്നെ ഞാൻ ഈ നമ്മുടെ ഫ്ലെക്സിഡ് ജെൽ ഹെയർ മാസ്കിലും ഈ ടോണർ അങ്ങ് ഇടും കേട്ടോ. അപ്പം ഇത് 3 ഇൻഗ്രീഡിയൻസ് ആണ് എൻ്റെ ഹെയർ മാസ്കിൽ വരുന്നത്. അപ്പം ഞാനൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനത് മാറ്റാറില്ല. കൂടുതലും ഈ 3 ഇൻഗ്രീഡിയൻസ് തന്നെ ആയിരിക്കും. ചിലപ്പോഴൊക്കെ ഹെയർ ടോണർ ഒഴിക്കാറില്ല. പക്ഷെ കൂടുതലും ഞാൻ ഈ 3 ഇൻഗ്രീഡിയൻസ് തന്നെ ആയിരിക്കും എൻ്റെ ഹെയർ മാസ്കിലുള്ളത്. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് നമ്മൾ സ്പൂൺ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എന്താ വെച്ചാൽ നമ്മുടെ കോഫി പൗഡറും പിന്നെ ടോണറും അതൊക്കെ ഈ ജെല്ലിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആവാനായിട്ട് ഇച്ചിരി ഒന്ന് ബുദ്ധിമുട്ടാണ്. അപ്പം അത് നല്ലോണം ഇങ്ങനെ ഇതാ കണ്ടില്ലേ സ്പൂണ് വെച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ തലമുടിയിൽ ഞാൻ ആപ്ലിക്കേഷൻ കാണിച്ചു തരാം. ഞാൻ എങ്ങനെയാണ് തലമുടിയിൽ തേക്കണതെന്ന്. ഓക്കെ ഇതാ അപ്പം ഞാൻ മുടിയൊക്കെ നല്ലോണം കോംബ് ചെയ്ത് നമ്മുടെ ജട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറ്റിയിട്ട് ഇതാ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ട് നല്ലോണം ജെല്ല് ഞാൻ നല്ലോണം തേക്കുന്നുണ്ട്. നല്ലോണം മുടിയിലേക്ക് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സ്കാൽപ്പിലും പിന്നെ നല്ലോണം മുടിയുടെ എൻഡ്സിലും എല്ലാവിടെയും തേക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഇത് സാധാരണ ഷാംപൂ വെച്ചിട്ടാണ് കഴുകി കളയാറുള്ളത്. എന്താ വെച്ചാൽ എൻ്റെ ഓയിലി സ്കാൽപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഷാംപൂ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കളയാറുള്ളത്. നിങ്ങൾക്ക് ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഷാംപൂവിൻ്റെ പോലും ആവശ്യമില്ല. ജസ്റ്റ് നോർമൽ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ ഞാൻ കണ്ടീഷണർ ഉപയോഗിക്കാറില്ല ഈ ഒരു മാസ്ക് തേക്കുമ്പം. എന്താ വെച്ചാൽ അതിൻ്റെ സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ. അപ്പം നല്ല ഒരു ഇഫക്റ്റീവ് ഹെയർ മാസ്ക് ആണ് ഇതൊക്കെ. അപ്പം വൈകുന്നേരമായിരുന്നു ഞാൻ ഹെഡ് വാഷ് ചെയ്തത്. അപ്പോൾ ഇതാ ഇപ്പം ഓൾമോസ്റ്റ് 11 ആയി. ഞാൻ രാത്രി 11 ആയി. ഞാൻ എൻ്റെ മുടിയൊന്നും ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് എയർ ഡ്രൈ ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ ഒരു മെഷീൻ വെച്ചിട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നോർമലി എങ്ങനെയാണോ അങ്ങനെ നമ്മൾ സാധാ ഇങ്ങനെ വിരിച്ചിട്ടിട്ട് അങ്ങനെ അങ്ങ് ഉണങ്ങി. എൻ്റെ പെട്ടെന്ന് ഉണങ്ങും മുടി. ഓക്കെ സോ ദാ ഇങ്ങനെ ഞാൻ മുടി ചീവിയിട്ട് പോലുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഭയങ്കര ഒരു എനിക്ക് എത്രമാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ നല്ലൊരു സിൽക്കി ടെക്സ്ചറാണ്. സ്കാൽപ്പൊക്കെ കണ്ടോ നല്ല ക്ലീൻ ആക്കും. നല്ലൊരു ഇതാണ് സിൽക്കി ടെക്സ്ചർ കിട്ടും മുടിക്ക്. ആ ഒരു ഇതുണ്ട് ഒരു തിക്നെസ് ബൗൺസ്. ഓക്കെ എന്നെ പോലത്തെ ഫൈൻ തിൻ ഹെയറിന് എനിക്ക് തോന്നുന്നു ഏറ്റവും സ്യൂറ്റബിൾ ആയിട്ടുള്ള ഹെയർ മാസ്ക് ആണ് ഈ ജെൽ മാസ്ക്. ഇപ്പം നിങ്ങൾ ഫ്ലെക്സിൻ്റെ പകരം നിങ്ങൾ അലോവേറ ജെല്ലായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയില്ല അത് എത്രത്തോളം ബെനിഫിഷ്യൽ ആയിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനറിയില്ല. ബിക്കോസ് ഞാൻ അലോവേറ ജെല്ല് യൂസ് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും യൂസ് ചെയ്യണത് ഫ്ലെക്സിഡ് ജെല്ലാണ്. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്ലെക്സിഡ് ജെല്ല് എന്നെ പോലത്തെ ഫോർ ഷുവർ 101% എൻ്റെ പോലത്തെ ഫൈൻ തിൻ ഹെയർ പിന്നെ മുടി വളർത്താൻ മുടി വളർത്താൻ ആഗ്രഹം ഉള്ളവർക്കൊക്കെ ഈ ഒരു ജെല്ല് ഈ ഒരു മാസ്ക് ഹെയർ മാസ്ക് ജെൽ ഹെയർ മാസ്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് എന്നോട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കമൻസിലൂടെ പറയണം. ഓക്കെ നിങ്ങളുടെ ഫീഡ്ബാക്സാണ് എനിക്ക് തോന്നുന്നു എനിക്ക് ഇനിയും ഹെയറിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു പ്രചോദനം. അപ്പം എപ്പോഴും ഫീഡ്ബാക്സൊക്കെ ഇടാം. ഓക്കെ ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പം എൻ്റെ ഇത്രയും മുടി ഇനിയും വളർന്ന് താഴോട്ടെത്താനുണ്ട്.
അപ്പം അതിൻ്റെ ഉള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് കൊണ്ടുള്ളൊരു എണ്ണയിൽ എനിക്ക് മാറ്റം വന്നത് കുറേ ന്യൂ ഹെയർ ഗ്രോത്ത് ഉണ്ടായി. കുറേ എന്ന് വെച്ചാൽ എൻ്റെ കംപ്ലീറ്റ്ലി ഡാമേജ്ഡ് ഹെയർ ആയിരുന്നു. കംപ്ലീറ്റ്ലി ഡാമേജ്ഡ് ഹെയർ. സ്ട്രെയിറ്റനിങ്, കളറിങ് ചെയ്യാത്തതൊന്നുമില്ല ഈ ഹെയറിൽ. ആ ഹെയറിൽ നിന്ന് ഈ ഹെയറിലേക്ക് വരുത്താൻ, അല്ലെങ്കിൽ ഈ ഹെയർ ഇങ്ങനെ ആക്കി എടുക്കാൻ എന്നെ സഹായിച്ച പ്രൊഡക്ട്സൊക്കെയാണ് ഞാൻ ഹോം മെയ്ഡ് റെമഡീസാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്യുക. പിന്നെ എൻ്റെ കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ടാറ്റാ, ബൈ ബൈ.